ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയുടെ വക പുസ്തകമേള നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇതുവരെ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വേറൊന്നും പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. നമുക്ക് ഒരു ദിവസം ചോറ് വെക്കണമെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണം വെക്കണമെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഗ്യാസ് തുടർച്ചയായി കത്തിക്കേണ്ടതാണ്. ഇത് അങ്ങനെ 360 ദിവസവും അങ്ങനെ ഗ്യാസ് കത്തിക്കേണ്ട ഒരാവശ്യം വരും നമുക്ക് ചോറ് വെക്കണമെങ്കിൽ. അതിന് പകരം ഈ ഹോട്ട് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് 365 മണിക്കൂർ ഗ്യാസ് കത്തിക്കാതെ തന്നെ അത്രയും മണിക്കൂർ നമുക്ക് ലാഭിക്കാം. എന്ന് വെച്ചാൽ ഒരു വർഷം 2 കുറ്റി ഗ്യാസ് നമുക്ക് ഇതിനകത്ത് ലാഭിക്കാൻ പറ്റും. എന്നുവെച്ചാൽ ഒരു 5-10 മിനിറ്റ് മാത്രം ചോറ് വെള്ളം തിളപ്പിക്കുക. അതിനുശേഷം അരി ഇട്ടതിന് ശേഷം ഈ പാത്രത്തിനകത്ത് എടുത്ത് വെച്ച് കമഴ്ത്തി വെച്ചാൽ എത്ര സമയമാണോ ഗ്യാസ് കത്തിയിട്ട് ചോറാകാനുള്ള സമയം അത്രയും സമയം കൊണ്ട് ഇത് വെന്ത് ചോറാവും. പിന്നീട് നമുക്ക് ചോറ് വാർക്കുകയും ചെയ്യാം. വേണമെങ്കിൽ അത് കഞ്ഞിയായിട്ട് ഇതിൽ തന്നെ ചോറ് വെന്തിട്ടുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ചോറ് വെക്കാൻ വേണ്ടി മാത്രം നമ്മൾ 365 ദിവസം ഉപയോഗിക്കുന്ന ഗ്യാസ് തുടർച്ചയായി 365 മണിക്കൂർ ഒരു ഗ്യാസ് കത്തുന്നത് നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കുക. അത്ര സമയം നമുക്ക് ലാഭമായിരിക്കും. അതായത് ഉദ്ദേശിക്കുന്നത് 2 ഗ്യാസ് കുറ്റി ഒരു വർഷം ലാഭിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അത് ചൂടാറാതെ തന്നെ വീണ്ടും തിരിച്ച് അതിനകത്ത് തന്നെ വെക്കാം. ഇത് മിക്കവാറും ഒരു 10 എത്ര വർഷം വേണമെങ്കിലും ഈ ഹോട്ട് ബോക്സ് ഉപയോഗിക്കാൻ പറ്റും. ഇത് വർഷം ദിവസങ്ങൾ കഴിയുന്നതിന് ഇത് ഹാർഡായി വരും. അതുകൊണ്ട് തന്നെ പൊട്ടിപ്പോകാനൊന്നും സാധ്യതയില്ല. പിന്നീട് ഇതിന് പറ്റുന്നത് എലി ഒക്കെ ഉള്ള ശല്യങ്ങളുള്ള സ്ഥലത്ത് നിന്ന് മാറ്റി വെക്കണം എന്നുള്ള ഒരു കരുതൽ മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഹോട്ടലിൻ്റെ പേര് മുരളീധരൻ. സ്ഥലം സ്ഥലം പരിപ്പായാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഇവിടെ മേഖലാ ട്രഷറാണ്. അപ്പോൾ ഈ സാധനം വേണ്ടുന്ന ഒരു ആരും ഉണ്ടെങ്കിൽ ഏട്ടൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്താൽ ആരുമായിട്ട് ബന്ധപ്പെട്ടാലും എല്ലാ പ്രദേശത്തെ പരിഷത്തിൻ്റെ ഏത് പ്രവർത്തനം ബന്ധപ്പെട്ടാലും അവിടെ എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് ചോറ് വെക്കലാണ് ഉപയോഗിക്കും. പിന്നെ ആ വെച്ച ചോറ് അല്ലെങ്കിൽ അതുപോലുള്ള ഭക്ഷണ സാധനങ്ങൾ ചൂടാറാതെ ഒരു 8 മണിക്കൂർ സമയമെങ്കിലും ഒരു 8-10 മണിക്കൂർ സമയം ചൂടാറാതെ ചൂട് നഷ്ടപ്പെടാതെ തന്നെ സംരക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഹോട്ട് ബോക്സിൻ്റെ പ്രത്യേകത. ഓക്കെ, താങ്ക് യു കേട്ടോ. ഇത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു ബുക്കുകളാണ്. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ കുട്ടികൾക്ക് അധ്യാപകർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. പുസ്തകങ്ങൾ എല്ലാം കൂടുതൽ കുട്ടികൾക്ക് വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങളാണ്. അത് കഥകളുണ്ട്, കവിതകളായിട്ടുള്ള പുസ്തകങ്ങളുണ്ട്, അതുപോലെ തന്നെ ശാസ്ത്ര രഹസ്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഓരോ പ്രധാനപ്പെട്ട ആളുകളുടെയൊക്കെ ജീവചരിത്ര പുസ്തകങ്ങളുണ്ട്. അതുപോലെ നമുക്കിപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം സൂര്യൻ കിഴക്ക് ഉദിക്കുന്നത് എന്തുകൊണ്ട്, അതുപോലെ വെള്ളത്തിന് നിറം, അതങ്ങനെയുള്ള പല സംശയങ്ങളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉള്ള എന്തുകൊണ്ട് പറയുന്ന പുസ്തകം പരിഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ കുട്ടികൾക്ക്, അതായത് നഴ്സറി കുട്ടികൾക്ക് ചെയ്യേണ്ട ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ അടങ്ങുന്ന പുസ്തകമാണ് കുരുന്നില എന്ന് പറയുന്ന. ഇതിലൊരു കുറേ പുസ്തകങ്ങളുടെ ഒരു സെറ്റാണിത്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്ന ചിത്രങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതുപോലെ തന്നെ ഓരോ കഥകളിൽ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിലുള്ള ഒരു കഥാ നോവൽ പോലെയല്ല. കുട്ടികൾക്ക് അറിവ് ലഭിക്കുന്ന ശാസ്ത്ര വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതേസമയം ഒരു ശാസ്ത്രമായിട്ട് തള്ളിക്കളയാനും പറ്റില്ല. കുട്ടികൾക്ക് നല്ല
വായനാനുഭവം നൽകുന്ന പുസ്തകങ്ങൾ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ അതുപോലെ കേരളീയ ശാസ്ത്ര പ്രതിഭകൾ എന്ന് പറയുന്ന പുസ്തകങ്ങളുണ്ട്. നമ്മളെ സൂര്യഗ്രഹണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സൂര്യഗ്രഹണം അറിയേണ്ടതെല്ലാം എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ ഇതൊക്കെ ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ സാധാരണ പുസ്തകങ്ങൾ ലഭിക്കില്ല. അതിന് വ്യത്യസ്തമായിട്ടുള്ള പിന്നെ കുറേ നമ്മുടെ പിന്നെ ഡാർവിനെ കുറിച്ചുള്ള പരിണാമ സിദ്ധാന്തത്തിന് പറ്റുന്ന ഡാർവിനെ കുറിച്ച് ഉള്ള പുസ്തകം. പിന്നെ അതോടൊപ്പം തന്നെ സച്ചിദാനന്ദൻ എഴുതിയ ഗാന്ധി പോലെയുള്ള പുസ്തകങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പം പാരിസ്ഥിതികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പിന്നെ പറയുന്ന ഒരു സംഘടനയാണ് കേരള ശാസ്ത്ര പരിഷത്ത്. അപ്പോൾ അവിടെ നമ്മൾ ഇപ്പോൾ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നടത്തിയുള്ള പഠനവും അതിൻ്റെ റിപ്പോർട്ടാണ്. അതുപോലെയുള്ള ഒരുപാട് പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള പുസ്തകങ്ങളുണ്ട് ഇവിടെ. അതോടൊപ്പം തന്നെ ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക്, ഹൈസ്കൂൾ കുട്ടികൾക്ക് അടക്കമുള്ള അതുപോലെ മുതിർന്ന അധ്യാപകർക്കൊക്കെ ഒരുപക്ഷെ നമുക്ക് സാധാരണ പുസ്തകങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് അറിവുകൾ ഗഹനമായ പഠനത്തിന് ഉപകരിക്കുന്ന പുസ്തകങ്ങൾ വരെയുണ്ട്. അതുപോലെ ഇതൊക്കെ ഒരു പിന്നെ കാലഘട്ടത്തിൽ ജീവിച്ച ശാസ്ത്രന്മാരും അതുപോലെ ഗണിതശാസ്ത്രന്മാരൊക്കെ അവരുടെയൊക്കെ ജീവചരിത്ര പുസ്തകങ്ങളൊക്കെയാണ്. ഇതെല്ലാം കുട്ടികൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള നല്ല കഥകളാണ്. ലക്ഷദ്വീപിലെ മാലാഖമാർ എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങളൊക്കെ. അതുപോലെ ഗ്രിഗർ മെൻഡൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര പുസ്തകം. നമ്മുടെ ലോകത്ത് തന്നെ സ്കൂൾ പഠനത്തിന് ഒരു നല്ല മാതൃക സൃഷ്ടിച്ച ഒരു രാജ്യമാണ് ഫിൻലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിൻലൻഡിലെ വിദ്യാഭ്യാസ പരിഷ്കാരവും അവിടുത്തെ പിന്നെ വിദ്യാഭ്യാസ നേട്ടങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന ഒരു മനോഹരമായ പുസ്തകമാണ്. അപ്പോൾ അധ്യാപകർ വായിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണിത്. നമ്മുടെ നാട്ടിലൊക്കെ വിദ്യാഭ്യാസ പുരോഗതിക്ക് പിന്നെ ശ്രമിക്കുന്നവരൊക്കെ ആ പുസ്തകത്തെയാണ് റെഫർ ചെയ്യുന്നത്. അതുപോലെയുള്ള ധാരാളം പുസ്തകം ഇതൊക്കെ ഈ പറയുന്ന ഇപ്പം നമ്മുടെ നാട്ടിൽ പിന്നെ കൊറോണ വൈറസ് പോലെയുള്ള വൈറസുകളൊക്കെ വ്യാപിച്ചു. ഇപ്പോൾ വൈറസുമായി ബന്ധപ്പെട്ട് അത് ഇനി അങ്ങോട്ടേക്കുള്ള പുതിയ തലമുറയെ എത്രത്തോളം ബാധിക്കുന്നുള്ളതൊക്കെയാണ് അതിൻ്റെ അകത്ത് പ്രതിപാദിക്കുന്നത്. ഇതുപോലെ നേരത്തെ നഴ്സറി കുട്ടികളെ പറഞ്ഞ പോലെ അക്ഷരപ്പൂമഴ എന്ന് പറയുന്നത് ഇതൊക്കെ നഴ്സറി കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അടങ്ങുന്ന പുസ്തകങ്ങളാണ്. കുട്ടികൾക്ക് ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ പരിഷത്തിൻ്റെ ഒരു ഇതാണ് ലൂക്ക എന്ന് പറയുന്നത് സയൻസ് പോർട്ടലാണ്. അപ്പോൾ ലൂക്ക പ്രസിദ്ധീകരിച്ച ഈ പുതിയ വർഷത്തെ കലണ്ടറാണ്. നമ്മുടെ ഈ ശ്രീകണ്ഠപുരത്ത് തന്നെ 100 നമ്മളിപ്പോൾ ഇത് ചിലവഴിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിൽ സ്കാനറുണ്ട്. ആ സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് പരിണാമവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പിന്നെ എല്ലാ വിവരങ്ങളും 400 കോടി വർഷം മുമ്പുള്ള ജീവൻ്റെ ഉത്ഭവം അതുപോലെ ജീവൻ ചരിത്രവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വിശദമായ റിപ്പോർട്ട് തന്നെ അതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. നമ്മളിപ്പോൾ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് മാലിന്യ പരിപാലനം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ പരിഷത്ത് എത്രമാത്രം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇടപെടുന്നു എന്നുള്ളത് നമുക്ക് ഈ പുസ്തകങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ പിന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് ആവർത്തന പട്ടികയെക്കുറിച്ചും പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇത്തരം പുസ്തകങ്ങൾ ആണ് ഇത് പ്രധാനമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിരവധി പുസ്തകങ്ങൾ നമുക്കിപ്പോൾ പിന്നെ പരിഷത്തിൻ്റെതായ ഒരുപാട് പുസ്തകങ്ങൾ ഇവിടെ ഇല്ലാത്ത പുസ്തകങ്ങൾ തന്നെയുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആരും ഓർഡർ ചെയ്താൽ നമുക്ക് എത്തിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഷത്തിൻ്റെ ഉൽപ്പന്നമാണ് ഈ ചൂടാറ പെട്ടി എന്ന് പറയുന്നത്, ഹോട്ട് ബോക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഹോട്ട് ബോക്സ് ഉപയോഗിക്കുന്നുണ്ടാവും, പല വലിയ കമ്പനികളുടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അതിനേക്കാളൊക്കെ നമുക്ക് ഒരുപാട് കാലം ഈട് നിൽക്കുന്നൊരു സാധനമാണിത്. വില അത്ര വലിയ വിലയൊന്നുമില്ല, പക്ഷേ ഒരുപാട് കാലം ഈട് നിൽക്കും. ഇപ്പം എലി പോലെയുള്ള സംഭവങ്ങൾ മാത്രമേ ഇതിൻ്റെ ഒരു സുരക്ഷിതത്വം നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. വേറെ ഇതിന് കംപ്ലൈൻറ്റുകളൊന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഉപയോഗത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇന്ധനം അതായത് ഗ്യാസാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗ്യാസ് നമുക്കറിയാം, ഒരു പാത്രത്തിൽ ചോറ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും 40 മിനിറ്റെങ്കിലും വേണ്ടി വരും അത് വെന്ത് കിട്ടാൻ. ആ ഗ്യാസിൽ നമ്മൾ വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് അരിയിട്ട് കഴിഞ്ഞാൽ ഉടനടി തന്നെ അത് വാങ്ങി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ
ഈ ഗ്യാസിൻ്റെ അകത്ത് എത്ര സമയം നമുക്ക് പിന്നെ കൊണ്ട് ഈ ഭക്ഷണം ഉണ്ടാവുമോ വെന്ത് കിട്ടുമോ അത്രയും സമയം മാത്രം നമുക്ക് ഈ ചൂടാറ പെട്ടിയും മതി. അപ്പോൾ ഇതിൽ നമുക്ക് വിറകോ അല്ലെങ്കിൽ പിന്നെ ഗ്യാസിൻ്റെ ആവശ്യകതയില്ല. ഇതെല്ലാം നമുക്ക് ആ രൂപത്തിൽ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇത് വെന്ത് കിട്ടും. അത് മാത്രമല്ല, നമ്മൾ ചോറെടുത്ത് വാർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ആറാതെ നിൽക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഇതിനകത്തേക്ക് തന്നെ നമുക്ക് തിരിച്ചു വെക്കാൻ വേണ്ടി പറ്റും. ആ ചൂട് നമുക്ക് കുറേ മണിക്കൂറുകൾ, അതായത് നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം നമുക്ക് വൈകുന്നേരം വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്നവരുണ്ടാവും. അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതേസമയം നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ ആ ഭക്ഷണം ഇവിടെ തന്നെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും രാത്രിക്ക് ചൂടാക്കാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ചെറിയ പൈസ മാത്രമേ ഉള്ളൂ. അതുപോലെ പരിഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് ഇതെല്ലാം പിന്നെ സോപ്പുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഇവിടെ അലക്ക് സോപ്പുണ്ട്, അതുപോലെ ഡിറ്റർജൻറ്റ് പൗഡറുകളുണ്ട്, അതുപോലെ കുളിസോപ്പിൻ്റെ, ഇതൊക്കെ നമ്മളെ പിന്നെ സോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കിറ്റുകളാണ്. അപ്പോൾ ഇതിൻ്റെ സോപ്പ് നിർമ്മിക്കാൻ ആവശ്യമായ മോൾഡ്, ആ മോൾഡ് വേണമെങ്കിൽ അതും നമ്മുടെ കൈവശമുണ്ട്. അപ്പോൾ പിന്നെ മോൾഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സോപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് സ്വയം തൊഴിലായിട്ട് കുടിൽ സംരംഭമായിട്ടൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ വ്യത്യസ്തമായ ഫ്ലേവറുള്ള സാധനങ്ങളുണ്ട്. അത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്തെല്ലാം അതിൻ്റെ വിവരങ്ങളും ഉണ്ട് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ പിന്നെ ഫ്ലേവർ ഓരോന്നും വ്യത്യസ്തമാണ്. ലൈമുണ്ട്, പിന്നെ സാൻഡലുണ്ട്, അങ്ങനെ വ്യത്യസ്തമായ ഫ്ലേവറുണ്ട്. ഇത് പിന്നെ അലക്ക് സോപ്പ് നിർമ്മിക്കുന്നതാണ്. നമുക്ക് മോൾഡ് ഇല്ലെങ്കിലും വേണമെങ്കിൽ അലക്ക് സോപ്പൊക്കെ നമുക്ക് ഏതെങ്കിലും ഡിഷിലൊക്കെ നമുക്ക് തയ്യാറാക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ആ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ പ്രൊഡക്റ്റ് നമ്മുടെ കൈവശമുണ്ട്. ഹാൻഡ് വാഷ് ഉണ്ട്, പിന്നെ ഇവിടെ കൊണ്ടുവന്നത് തീർന്നു പോയിട്ടാണ്. പിന്നെ നമ്മൾ ടോയ്ലറ്റ് ക്ലീനർ ഉണ്ട്, അതുപോലെ നമ്മൾ ഡിറ്റർജൻറ്റ്, ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഉണ്ട്. നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ ഏത് സാധനം വേണമെങ്കിലും നമുക്ക് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആ സ്പോട്ടിൽ എത്തിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ അതുപോലെ നമുക്ക് ഈ വീട്ടിലും മാലിന്യ സംസ്കരണമൊക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഇനോക്കുലം പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതും ആവശ്യത്തിന് കൂടിയില്ല, ആവശ്യത്തിന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എത്തിച്ചു കൊടുക്കും. നമ്മൾ ഇവിടെ തന്നെ മുത്തപ്പ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നമ്മുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നുണ്ട്. പരിഷത്ത് ഭവൻ എന്നാണ് പേര്. അപ്പോൾ അവിടെ ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. കോൺടാക്ട് ചെയ്താൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ പിന്നെ ഏട്ടൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ആവശ്യക്കാർ ആരും ഉണ്ടെങ്കിൽ ഏട്ടനായിട്ട് കോൺടാക്ട് ചെയ്താൽ പിന്നെ സാധനം എത്തിച്ചു കൊടുക്കൂലേ? എത്തിച്ചു കൊടുക്കും തീർച്ചയായും. ശ്രീകണ്ഠപുരത്ത് ഇന്ന് വൈകുന്നേരം നഗരസഭയുടെ സാംസ്കാരികോത്സവത്തിൻ്റെ ഭാഗമായി പുസ്തകോത്സവം തുടങ്ങിയിരിക്കുകയാണ്. നിരവധി പ്രസാധകരുടെ പുസ്തകങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. ഓരോ സ്റ്റാളുകാരും, വളരെ കുറവ് സ്റ്റാളുകാരേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റാളുകാരും മിക്ക പ്രസാധകരുടെയും പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ വിൽക്കുന്നത്. ഇവിടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പുസ്തകശാലയുണ്ട്. ബഷീർ പെരുളത്തുറുമ്പിൻ്റെ നേതൃത്വത്തിലുള്ള കുറച്ച് പുസ്തകങ്ങളുണ്ട്. ഷുക്കൂർ പടയങ്കോടിൻ്റെതുണ്ട്. ബ്ലൂ ഇങ്കിൻ്റെ പുസ്തകം നാളെ ഇവിടെ വരുന്നതാണ്. നല്ല പ്രസാധകരായ കുറേ ആളുകളുടെ മാതൃഭൂമി, DC, ചിന്ത എന്നീ പ്രസാധകരുടെ പുസ്തകങ്ങൾ ഇവിടെ ഈ ആളുകൾ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. മലയാളത്തിലെ ഏറ്റവും വലിയ ബുക്കുകൾ, ഏറ്റവും ചെറിയ ബുക്കുകൾ, ഉദാഹരണത്തിന് രമേശ് ചന്ദ്രത്തിൻ്റെ വഴിച്ചണ്ട മുതൽ, അതുപോലെ തന്നെ അംബികാസുരൻ മാങ്ങാടിൻ്റെ അല്ലോഹലൻ, അങ്ങനെയുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സീൻ എന്ന ലളിതാ സാവിത്രിയുടെ സീൻ എന്ന പുസ്തകം, അങ്ങനെ നിരവധി പുസ്തകങ്ങൾ ഇവിടെ നിരത്തിയിരിക്കുകയാണ്. വെജിറ്റേറിയൻ, നോബൽ സമ്മാനം കിട്ടിയ CB ബാലകൃഷ്ണൻ്റെ വെജിറ്റേറിയൻ, ഇങ്ങനെയുള്ള നിരവധി പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വായനക്കാർ സെലക്റ്റഡ് വായനക്കാരായതുകൊണ്ട് തന്നെ
പുസ്തകങ്ങൾ എല്ലാവരും വാങ്ങണമെന്നുമില്ല. ഈ പുസ്തക പ്രസാധകരും പുസ്തകം വിൽപ്പനക്കാരും ഇതിനെക്കൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഇപ്പോൾ സംശയമാണ്. കാരണം ശ്രീകണ്ഠപുരം പോലെയുള്ള സ്ഥലത്ത് പുസ്തകമേളകൾ തന്നെ ആദ്യമായിട്ടാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇതൊരു നേരം പോക്ക്. അതുമാത്രമല്ല, ഇങ്ങനെ കുറേ ആളുകൾ കൂടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്നത് ആണ് ഇവിടെ എത്തിയിരിക്കുന്ന പ്രസാധകരുടെ മനസ്സിൽ തോന്നുന്നത്. പിന്നെ നാളെ ഇവിടെ കഥയരങ്ങ് നടക്കുന്നുണ്ട്. കഥയരങ്ങിൽ നമ്മളെ മലയാളത്തിൽ പ്രസിദ്ധനായ എഴുത്തുകാരൻ VS അനുകുമാർ വരുന്നുണ്ട്. അങ്ങനെ മലയോര മേഖലയിലും ജില്ലയിലുള്ള മിക്ക കുറേ കഥാകൃത്തുക്കൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. 25-ാം തീയതി ഇവിടെ നാടക പ്രവർത്തകരുടെ കൂട്ടായ്മയുണ്ട്. അതിലൊരു പുസ്തക പ്രകാശനമുണ്ട്. 26-ന് ഇവിടെ കവിയരങ്ങ് നടക്കുന്നുണ്ട്. അതിൽ മാധവൻ പറച്ചേരി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നു. അങ്ങനെയുള്ള വ്യത്യസ്തമായ 2-3 ദിവസത്തെ പരിപാടിയാണ് ഈ പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. സാംസ്കാരികോത്സവത്തിൻ്റെ ഭാഗമായിട്ട് 31 വരെ ഇവിടെ പരിപാടികൾ നടക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഇവിടെ വന്നിട്ട് ഇങ്ങനെ പുസ്തകം നിരത്തി വെച്ചിരിക്കുകയാണ്. അത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ള കാര്യമൊന്നും അറിയില്ല. പക്ഷേ എങ്കിലും പുസ്തകങ്ങളെ എപ്പോഴും കൊണ്ടു നടക്കുന്ന പുസ്തക സ്നേഹികളായ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇവിടെ മേള നടക്കുമ്പോഴും അവിടെ പുസ്തകം കൊണ്ട് പോകുക എന്ന ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് പുസ്തക കച്ചവടത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് മറ്റുള്ള കച്ചവടം ചെയ്താൽ തന്നെ ഗതികൾ പിടിക്കാത്തൊരു കാലത്താണ് നാം ഉള്ളത്. പുസ്തകത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. എങ്കിൽ പോലും ചില പുതിയ പുസ്തകങ്ങൾ ഇറങ്ങുമ്പോൾ അതിൽ കുറച്ച് ആളുകൾ വായനക്കാർ ചോദിച്ച് വന്ന് വാങ്ങുന്ന പ്രവണത ശ്രീകണ്ഠപുരം ഒഴിച്ചുള്ള സ്ഥലത്ത് കാണാറുണ്ട്. ഇവിടെ എങ്ങനെയാണെന്നുള്ള കാര്യം ഇന്ന് ഉദ്ഘാടനം ചെയ്തതാണല്ലോ, എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെപ്പോഴും പുസ്തകം കൊണ്ടു നടക്കുന്ന ഒരാളും ഈ സാഹിത്യ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളും ഒരു എഴുത്തുകാരൻ നിലക്കാണ് പുസ്തകം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ. കുറച്ച് കഴിയുമ്പോൾ ആൾ തീരെ പോകും. ശ്രീകണ്ഠത്ത് രാത്രി ആളില്ലാത്തൊരു ടൗണും തന്നെയാണ് ശ്രീകണ്ഠം. അപ്പം ഈ ഒരു മൂലക്ക് കൊണ്ടുവച്ചിട്ട് ഒരു സംസാരിച്ചിരിക്കുക എന്നല്ലാതെ മറ്റുള്ള പ്രയോജനമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ നഗരസഭയും അവരൊക്കെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇങ്ങനെയാണ് ഇവരെ വന്നിട്ടുള്ളത്. അതാണ് പറയാനുള്ളത്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ബഷീർ പെരുവളത്ത് പറമ്പ് എന്ന ഒരു എഴുത്തുകാരനാണ്. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതാണ് അവസ്ഥ. അപ്പോൾ ഇതുവരെ സംസാരിച്ച നമ്മുടെ ബഷീർ പെരുവളത്ത് പറമ്പ്, ബഷീർ പെരുവളത്തറമ്പ് എന്ന ചേട്ടൻ്റെ ചെറിയൊരു ബുക്ക് സ്റ്റാളാണ് ഇത്. മുനിസിപ്പാലിറ്റിയുടെ ഭാഗം വെച്ച ബുക്കാണിത്. ഇത് എൻ്റെ പുതിയ ബുക്കാണ്. എൻ്റെ ബുക്ക് ഇത് ചേട്ടൻ്റെ പുതിയ ബുക്കാണിത്. ഒരുപാട് ഇത് പുതിയ പറഞ്ഞ ബുക്കാണ് ഇത്. അതെ അല്ലേ? ആ, എൻ്റെ തന്നെ. ഇത് രണ്ടുമാണ് നമ്മുടെ ഈ ചേട്ടൻ്റെ ഇപ്പം പുതിയതായിട്ട് ഇറങ്ങിയ പുസ്തകം അല്ലേ? ഈ വർഷം ഇറങ്ങിയ പുതിയ പുസ്തകം അല്ലേ? അപ്പോൾ ഈ അത്യാവശ്യം എഴുത്തെല്ലുണ്ടോ? എഴുത്തുണ്ട് അല്ലേ? എപ്പോൾ തുടങ്ങിയത്? പണ്ടേ ഉണ്ട്. ചെറു 10-30 വർഷമായി സംസ്കാര രംഗത്തുണ്ട്. അതുപോലെ തന്നെ എഴുത്തിലും 13 പുസ്തകം ഇറക്കിയത്. 13ാമത്തെ ബുക്കാണ്. 13 പുസ്തകം ഇറക്കി മലയാളത്തിൽ. പല പ്രസാധകർ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുസ്തകങ്ങളുടെ ഇഷ്ടം കൊണ്ട് എഴുത്തും പുസ്തക സഞ്ചാരമൊക്കെയാണ്. ഇപ്പോൾ ഈ 2 ബുക്ക് മാത്രമേ ചേട്ടൻ്റെ കയ്യിലതേ ഉള്ളൂ അല്ലേ? അതിൻ്റെ പ്രസാധകർ നാളെ ഇവിടെ വരുന്നുണ്ട്. ഈ ബുക്ക് ഇറക്കിയ കമ്പനിക്കാരെ നാളെ വരുന്നുണ്ട്. ബ്ലൂയിങ്കാണ് ഇറക്കിയത്. അപ്പോൾ ഞാനും അത് വെക്കുന്നു എന്ന് മാത്രം. അതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. എൻ്റെ പണി പെയിൻറ്റിങ് മേഖലയാണ്. പണിയും കയറിയിട്ട് നാളെ ഇങ്ങോട്ട് വരുള്ളൂ. കാരണം പണി കളഞ്ഞിട്ടുള്ള പരിപാടിയൊന്നും നടക്കില്ല. കാരണം ഇവിടെ രാവിലെ വൈകുന്നേരം പിന്നെ പണിക്കൂല കിട്ടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് പണി കയറിയിട്ട് വൈകുന്നേരം ഇവിടെ നിരത്തും. ഇന്നും അങ്ങനെയാണ് ചെയ്തത്. 5 മണിക്ക് ശേഷം ഉദ്ഘാടനം കഴിഞ്ഞ ദിവസമായിട്ട് നിരത്തിയത്. അതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. അവരോട് വേണം ചോദിച്ചു. ഈ ബുക്ക് സ്റ്റാളിൽ ഇതിനെപ്പറ്റി കുറച്ച് പറഞ്ഞു തരുമോ?
എങ്ങനെ എന്താണ് ഈ പിന്നെ മുനിസിപ്പാലിറ്റിൻ്റെ ഈ ബുക്ക് സ്റ്റാളിൻ്റെ ഇതിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് സ്റ്റാളിനെ പറ്റി അതായത് ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ പുസ്തകങ്ങളുടെ സ്റ്റാളാണ്. പിന്നെ ഇവിടെ നമ്മൾ പരിഷത്തിൻ്റെ കുറേ പുസ്തകങ്ങൾ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ പരിഷത്തിൻ്റെ മറ്റ് ഉൽപ്പന്നങ്ങൾ, ഹോട്ട് ബോക്സ്, അതുപോലെ സോപ്പ് ഉൽപ്പന്നങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇനോക്കുലം പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഇരിക്കുന്നുണ്ട്. തരക്കേടില്ലാത്തൊരു പ്രതികരണം ഉണ്ടായി എന്ന് പറയാം. അപ്പോൾ പിന്നെ കുട്ടികൾക്കും അതുപോലെ പിന്നെ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളാണ്. ഇതെല്ലാം പിന്നെ പൂർണ്ണമായിട്ടും ശാസ്ത്ര പുസ്തകങ്ങളാണ്. കഥകളുണ്ട്, അതുപോലെ പിന്നെ ഒരുപാട് ലേഖനങ്ങൾ ഒക്കെ വരുന്നുണ്ട്. കുട്ടികൾക്ക് പിന്നെ പ്രൊജക്റ്റുകൾ തയ്യാറാക്കാനും അങ്ങനെ ഒക്കെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ ഇത് നഴ്സറി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പിന്നെ പുസ്തകമാണ്, കുരുന്നില എന്ന പേരിൽ. അപ്പോൾ പിന്നെ ഇത് അംഗനവാടി കുട്ടികൾക്ക് അതുപോലെ നഴ്സറി കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങളാണ്, വിവരങ്ങളാണ് ഇത് ഉള്ളത്. അതുപോലെ തന്നെ കുറേ കഥകളും ഒക്കെ ആയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകമുണ്ട്. പിന്നെ പരിണാമത്തെക്കുറിച്ചൊക്കെ പറയുന്ന കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾക്കും അതുപോലെ അതിന് മുകളിലേക്കുള്ള കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ. ഇതിൽ ഒരുപാട് കണ്ടൻറ്റുകൾ അടങ്ങിയിട്ടുള്ള സാധനങ്ങളാണ്. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ പരിഷത്തിൻ്റെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുസ്തകമാണ് എന്തുകൊണ്ട്. അപ്പോൾ ഇതിൽ പിന്നെ ഓരോ കാര്യങ്ങൾ, അതായത് നമ്മളെ പിന്നെ എന്താ പറയുക, ആകാശത്തിന് പിന്നെ നീല നിറം വന്നത്, അങ്ങനെ ഇങ്ങനെ പല എല്ലാ കാര്യങ്ങളും നമ്മൾ അന്വേഷിച്ച് പോകുന്ന, നമുക്ക് സംശയം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് പ്രതിപാദിക്കുന്നുണ്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് നല്ല പുസ്തകമാണ്. അപ്പോൾ ഇങ്ങനെ കൂടുതലും നമ്മളെ പിന്നെ പ്രസിദ്ധരായ സയൻറ്റിസ്റ്റുകളും അതുപോലെ മനഃശാസ്ത്രന്മാരെയൊക്കെ പിന്നെ ജീവിത കഥകളും ഒക്കെ ഭാഗമായിട്ടുള്ള പുസ്തകങ്ങൾ അങ്ങനെയുള്ള അവിടെ പിന്നെ പ്രസിദ്ധ ജിമ്മി ജോർജിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പ്രതിപാദിക്കുന്ന പുസ്തകം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ. ശാസ്ത്ര പുസ്തകങ്ങളാണെങ്കിലും ഇതൊക്കെ പിന്നെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പിന്നെ വായിക്കാനൊക്കെ ഉന്മേഷം ഉണ്ടാക്കുന്ന പുസ്തകങ്ങളാണ്. ഒരുപാട് അറിവുകൾ ജലത്തെക്കുറിച്ചും മണ്ണിനെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചൊക്കെയുള്ള ധാരാളം അറിവുകൾ പങ്കുവെക്കുന്ന പുസ്തകമാണ്. പിന്നെ ഇവിടെയുള്ള മിക്കവാറും പുസ്തകങ്ങൾ അത്തരത്തിലുള്ള പുസ്തകങ്ങളാണ്. അതുപോലെ ശാസ്ത്രരാജി എന്ന് പറയുന്ന ഒരു ഇതിലെ കുറേ പുസ്തകങ്ങളുടെ സെറ്റാണ്. അപ്പോൾ ഇതൊക്കെ ഓരോ പുസ്തകങ്ങളും പിന്നെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഭൂമിയുമായി ബന്ധപ്പെട്ടതും മറ്റ് വെളിച്ചവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പല തരത്തിലുള്ള പുസ്തകങ്ങൾ ഒരു സെറ്റാണിത്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം. നമ്മളെ പരിഷത്തിൻ്റെ ഒരു ഹോട്ട് ബോക്സാണ് ഇത്. നമ്മൾ പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഹോട്ട് ബോക്സ് ഉപയോഗിക്കുന്നുണ്ട്. അത് പിന്നെ വലിയ വലിയ കമ്പനികളുടെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് മാർക്കറ്റിൽ 2000 രൂപയൊക്കെ വിലയുണ്ട്. ഇപ്പോൾ അതേ ഫംഗ്ഷൻ തന്നെയാണ് ഇതിനകത്ത് നടക്കുന്നത്. കുറേ കൂടി നമുക്ക് പിന്നെ ലാഭകരമായിട്ടുള്ള ഒരു സാധനം. നമ്മൾ ചോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു തള കളച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ 35-40 മിനിറ്റ് കൊണ്ട് ചോറ് റെഡിയാവും. അതുപോലെ തന്നെ അത് ഇതിൻ്റെ അകത്ത് തന്നെ വെച്ചാലും ചോറ് പോയി പോകുന്ന അവസ്ഥയൊന്നും വരില്ല. അതുപോലെ വെള്ളം ചൂടുള്ള ഏത് സാധനം നമ്മൾ ഇതിൻ്റെ അകത്ത് കയറ്റി വെച്ചാൽ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന അതായത് സാധനമാണ്.
അപ്പോൾ ഒരുപാട് മാർക്കറ്റ് നമ്മളെ പരിസരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ്, മാർക്കറ്റിംഗ് ഉള്ള ഒരു ഉൽപ്പന്നമാണിത്. അതുപോലെ ഇനോക്കുലങ്ങളൊക്കെ ഉണ്ട്, പിന്നെ നമുക്ക് നമ്മൾക്കുണ്ട്. പിന്നെ നമ്മളൊരു പ്രധാനപ്പെട്ട ഒന്ന് ഇപ്പം പരിസരത്തിൻ്റെ തന്നെ ഒരു ഇതാണ് ലൂക്ക എന്ന് പറയുന്നത്. അത് പിന്നെ ശാസ്ത്ര കലണ്ടറാണ്. ഇപ്പം നമ്മളിവിടെ പിന്നെ നൂറിലധികം ലൂക്ക ശാസ്ത്ര കലണ്ടർ ഇപ്പം നമ്മളിവിടെ നമ്മുടെ ശ്രീകണ്ഠാപുരം ഭാഗത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സ്കാനിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. അതിൻ്റെ അകത്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് തന്നെ പരിണാമവുമായി ബന്ധപ്പെട്ട ജീവോൽപത്തിയുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് നമുക്ക് ശേഖരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത്തരത്തിലുള്ളൊരു സാധനം. അതുപോലെ സയൻസുമായി ബന്ധപ്പെട്ട എല്ലാം ഉണ്ട്, കെമിസ്ട്രി, ഫിസിക്സ് എല്ലാം ഉണ്ട്. ഇത് ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ്. നല്ല ആധികാരികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് പിന്നെ ശാസ്ത്രം വിശ്വാസം എന്ന് പറയും. വെറും ജ്യോതിഷ പുസ്തകമല്ല, അതിനുപരി അതിലെ ശാസ്ത്രവും വിശ്വാസവും ഒക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മാലിന്യ പരിപാലനം, നമ്മുടെ ഒക്കെ ഒരു മാലിന്യ പ്രശ്നം നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രയോഗ രീതികളൊക്കെയാണ് ഏറ്റവും ഇതിൽ പരിപാലിക്കുന്നത്. പിന്നെ കുട്ടികളൊക്കെ സംബന്ധിക്കുന്ന കുറേ പുസ്തകങ്ങളുണ്ട്. പാട്ടിൻ്റെ പേര്? എൻ്റെ പേര് ഹരീഷ് എന്നാണ്. മലപ്പട്ട ആർജിഎം സ്കൂളിലെ അധ്യാപകനാണ്. അപ്പോൾ പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഇവിടെ പിന്നെ പുസ്തകത്തിൻ്റെ ഇതായിട്ട് നമ്മളിവിടെ പിന്നെ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഓഫീസുണ്ട്. ഇവിടെ നമ്മളെ മുത്തപ്പൻ ക്ഷേത്രം ഉണ്ടല്ലോ, മുത്തപ്പൻ ക്ഷേത്രത്തിന് നേരെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ അതിൻ്റെ ഓഫീസ് അവിടെയല്ലേ. നമ്മൾ ഈ പ്രൊഡക്റ്റെല്ലാം അവിടെ ലഭിക്കും. ആർക്ക് ആവശ്യമുള്ള സാധനവും അവിടെ നമ്മൾ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അത് വേണ്ട സ്ഥലത്ത് എത്തിച്ചു കൊടുക്കാനും തയ്യാറാണ്. അപ്പോൾ ഏത് പിന്നെ ആവശ്യക്കാർ ഏത് പുസ്തകം വേണമെന്ന് പറഞ്ഞാലും അവർക്ക് ഇവിടെ എത്തിച്ച് കൊടുക്കുക. നിലവിലിപ്പോൾ ഇവിടെയുള്ള പുസ്തകം കൂടാതെ പുറത്ത് ഏത് പുസ്തകം, പരിഷത്തിൻ്റെ ഏത് പുസ്തകം വേണമെങ്കിലും നമുക്ക് എത്തിക്കണം. കുട്ടികൾക്കിപ്പോൾ തന്നെ വായനാ മത്സരവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ഏട്ടൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ കോൺടാക്ട് നമ്പറിൽ പിന്നെ വിളിച്ച് പറഞ്ഞ ബുക്ക് ആവശ്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കും അല്ലേ. അതുപോലെ ഈ സാധനങ്ങളും മുമ്പേ ഇപ്പോൾ ഇത് സോപ്പ് കിറ്റുകളാണ്. നമ്മൾ കുളി സോപ്പിൻ്റെ ഉണ്ട്, അതുപോലെ അലക്ക് സോപ്പിൻ്റെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മോൾഡൊക്കെ വെച്ച് നമ്മുടെ നാട്ടിൽ തന്നെ കുടുംബശ്രീ പ്രവർത്തകരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആവശ്യമുള്ള ഇത്തരത്തിലുള്ള കിറ്റുകൾ വേണമെങ്കിൽ അത് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ തന്നെ ഉൽപ്പന്നമാണ്. അതോടൊപ്പം തന്നെ ഈ സാധനം പിന്നെ നിങ്ങളെ വെക്കുന്ന അതെ. അതുപോലെ ഇതിൻ്റെ മോൾഡ് വേണമെങ്കിൽ മോൾഡും നമ്മുടെ കൈവശമുണ്ട്. അതും ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു കിറ്റിനകത്ത് എന്തെല്ലാം ഉള്ളത്? ഇത് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പിന്നെ ഇതാണ് ഈ കാസ്റ്റിക് സോഡ, ടാൽക്കം പൗഡർ, സോഡിയം സിലിക്കേറ്റ്, അതിൻ്റെ പെർഫ്യൂം ഇതൊക്കെയാണുള്ളത്. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പേപ്പറുണ്ട്. ആ പേപ്പറിൽ വെക്കാൻ വേണ്ടി. അപ്പോൾ ഇതും പിന്നെ ആവശ്യമുള്ളവർ നമ്പർ കൊടുത്താൽ അക്കൗണ്ട് എത്തിച്ചു കൊടുക്കൂലേ? കോൺടാക്ട് നമ്പർ കൊടുത്താൽ ഇത് പിന്നെ ഡിറ്റർജൻറ്റ് പൗഡറാണ്. ഇത് നമുക്ക് ഇതേപോലെ തന്നെ അതിൻ്റെ കണ്ടൻസെല്ലാം ഉണ്ട്. ഇത് നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ഇതിന് പിന്നെ മോൾഡിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന സാധനം. ഇത് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ സാധനത്തിനാണ് അലം. ഇത് വ്യത്യസ്തമായ ഫ്ലേവറും എല്ലാം ഉണ്ട്. ഇത് പിന്നെ നമ്മളെ പാത്രം കഴുകുന്നതാണ്. ഹാൻഡ് വാഷിൻ്റെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇത് പിന്നെ ലിക്വിഡ് ഡിറ്റർജൻ്റാണ്. ഇതിൻ്റെയുള്ള പ്രൊഡക്റ്റും ഉണ്ട്, അതേസമയം അത് പിന്നെ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും ഉണ്ട്. താങ്ക് യു കേട്ടോ. ഓക്കെ. ഏട്ടൻ്റെ കോൺടാക്ട് നമ്പർ തരുമെങ്കിൽ ഞാൻ ഈ വീഡിയോനകത്ത് കോൺടാക്ട് നമ്പർ ഉൾപ്പെടുത്താം. തരാം.
ആവശ്യമുള്ള ഈ കാണുന്ന സാധനങ്ങളിൽ ആർക്കും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏട്ടൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എത്തിച്ചു കൊടുക്കൂലേ?